ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താ? മിക്സ്ഡ് ഇക്കോണമി ആണ് ടോപ്പിക്. മിക്സ്ഡ് ഇക്കോണമി എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മിക്സ്ഡ് ഇക്കോണമി ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മിക്സ്ഡ് ഇക്കോണമി, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പം ആദ്യം മിക്സ്ഡ് ഇക്കോണമി എന്താണെന്ന് നോക്കാം. A mixed economic system integrates the elements of both socialism and capitalism. സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും നല്ല എലമെൻസിനെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഇക്കോണമിയാണ് എന്ത്? മിക്സ്ഡ് ഇക്കോണമി. എന്തിൻ്റെയൊക്കെയാണ്? സോഷ്യലിസം, അതായത് മാർക്കറ്റ് കൺട്രോൾ ഇല്ലാതെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? സോഷ്യലിസം. ക്യാപിറ്റലിസം എന്താ? മാർക്കറ്റ് ഫോഴ്സസ് സെൽഫ് റെഗുലേറ്റിംഗ്ലി വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? ക്യാപിറ്റലിസം. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും എലമെൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? മിക്സ്ഡ് ഇക്കണോമിക് സിസ്റ്റം. മിക്സ്ഡ് ഇക്കോണമിക് സിസ്റ്റം ഏത് കൺട്രിക്കാണുള്ള? ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം മിക്സ്ഡ് ഇക്കോണമി അല്ലേ? ഇതിൻ്റെ ഈ മിക്സ്ഡ് ഇക്കോണമിക് സിസ്റ്റം റെക്കഗ്നൈസസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ഓണർഷിപ്പ്. അതായത് മിക്സ്ഡ് ഇക്കോണമിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉണ്ട്, അതായത് പ്രൈവറ്റ് കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഫ്രീഡവും ഉണ്ട്. അതേ സമയത്ത് allow the government intervention in form of regulation. So, a mixed economic system integrates the elements of both capitalism and socialism. It recognizes private property and provides economic freedom in capital utilization, while simultaneously allowing the government to operate or intervene in the economy. A mixed economic system consists of the elements of both socialism and capitalism, and it falls in between pure capitalism and pure socialism. ഒരു പ്യോർ ഫോം ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെതും ഒരു പ്യോർ ഫോം ഓഫ് സോഷ്യലിസത്തിൻ്റെയും നടുക്ക് വരുന്നതാണ് എന്ത്? മിക്സ്ഡ് ഇക്കോണമി. ഇനി നമുക്ക് ഈ മിക്സ്ഡ് ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റോൾ ഓഫ് പബ്ലിക് സെക്ടർ. A mixed economy consists of public sector which prevents economic inequalities and involves in job creation. The price mechanism of public sector are also for social welfare. അതായത് പബ്ലിക് സെക്ടർ ഒത്തിരി എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സെക്ടർ ഫോം ചെയ്തിരിക്കുന്നതും അത് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും റീജിയണൽ ഇനിക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ആ ഇനിക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് സെക്ടർ ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു പബ്ലിക് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയല്ല, പിന്നെ ഇക്കണോമിക് വെൽഫെയർ, സോഷ്യൽ ഇക്കണോമിക് വെൽഫെയർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ. നമ്മൾ പറഞ്ഞു ഇത് മിക്സ്ഡ് ഇക്കോണമി ആണ്. അപ്പോൾ മിക്സ്ഡ് ഇക്കോണമിയിൽ എന്താ? പബ്ലിക് സെക്ടറും ഉണ്ട്, അതായത് ഗവൺമെൻറ് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. ഈ പ്രൈവറ്റ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യും. ഇതെന്തിനാ? മോണോപ്പൊളി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഇക്കണോമിക് പ്ലാനിങ് ആരാണ് ചെയ്യുന്നത്? ഗവൺമെൻറ് അല്ലേ. പ്രൈവറ്റ് സെക്ടറിന് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ബേസിസിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയനിൽ, ഒട്ടും ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ നടക്കാത്തൊരു റീജിയനിൽ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ഒരു മോളോ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്താ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ത്രൂ ഇക്കണോമിക് പ്ലാനിങ് പ്രൈവറ്റ് സെക്ടർ ആർ സ്ട്രാറ്റജിക്കലി പ്ലേസ്ഡ് ഇൻ situated or placed in places where there is economic inequality. It helps to attain the national objective of growth and social equity. Complementary growth of public and private sector. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരു മിക്സ്ഡ് ഇക്കോണമിയിൽ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. പിന്നെയോ രണ്ടും കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ രണ്ട് സെക്ടറും മിക്സ്ഡ് ഇക്കോണമിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. Optimal utilization of resources in the mixed economy. By balancing the public and private sector role, mixed economy ensures that resources are efficiently utilized, promoting overall economic welfare and sustainable development. ഇക്കോണമിയിൽ ഗവൺമെൻറ് സെക്ടേഴ്സും ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ, അതായത് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താ മിക്സ്ഡ് ഇക്കോണമി? An economic system which integrates the elements of both socialism and capitalism. ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനും ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്?
റോൾ ഓഫ് പബ്ലിക് സെക്ടർ, റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ, economic planning and private sector, complementary growth of public and private sector, optimal resource utilization in mixed economy. ഇനി നമുക്ക് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മിക്സ്ഡ് ഇക്കോണമി നോക്കാം. നമ്മൾ പറഞ്ഞു മിക്സ്ഡ് ഇക്കോണമിയിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനും ഉണ്ടെന്ന്. സോ ഈ ഗവൺമെൻറ്റിൻ്റെ റോള് മിക്സ്ഡ് ഇക്കോണമിയിൽ എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ മിക്സ്ഡ് ഇക്കോണമിയിൽ ഒന്നാമത്തെ റോളാണ് മാർക്കറ്റ് റെഗുലേഷൻ. ഗവൺമെൻറ് റെഗുലേറ്റ്സ് ദ മാർക്കറ്റ് ടു പ്രിവെൻറ്റ് മോണോപോളീസ്, for fair competition, consumer rights and to prevent externalities. മാർക്കറ്റ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഫേം മോണോപോളിസ്റ്റിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്പെഷ്യലി എനർജി സോഴ്സസിലൊക്കെ മോണോപോളീസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ കൊളോസി ഒളിഗോപോളി ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ഇക്കണോമിക്ക് നല്ലതല്ല. കൺസ്യൂമർ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഗവൺമെൻറ് ആണ്. മാർക്കറ്റ് എക്സ്റ്റേണലിറ്റീസ്, എന്തെങ്കിലും നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെയിലിയറിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യും? മാർക്കറ്റ് റെഗുലേഷൻ ചെയ്യുന്നത്. ഇതാണ് എന്ത് ഒന്നാമത്തെ ഗവൺമെൻറ്റിൻ്റെ റോള് ഇൻ മിക്സ്ഡ് ഇക്കോണമി. രണ്ടാമത് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്. നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതേപോലെ പാർക്ക്, ബെഞ്ചസ് പോലുള്ള കാര്യങ്ങളൊന്നും പ്രൈവറ്റ് സെക്ടർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ? ഇറ്റ് ഈസ് നോൺ പ്രോഫിറ്റബിൾ. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇതൊക്കെ ആൾക്കാരുടെ വെൽഫെയറിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഹെൻസ് ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് പബ്ലിക് ഗുഡ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ദ പ്രൈവറ്റ് സെക്ടർ വുഡ് നോട്ട് ഗിവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോൺ പ്രോഫിറ്റബിൾ. പ്രോപ്പർട്ടി റൈറ്റ്സ്. മിക്സ്ഡ് ഇക്കോണമിയിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആൻഡ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷന് പ്രൊവിഷൻ എവിടെ ഉണ്ട്? പ്രൈവറ്റ് സെക്ടറിലുണ്ട്. സോ ഈ പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ് ആണ് മിക്സ്ഡ് ഇക്കോണമിയിൽ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആക്ട് 2021 ഇന്ത്യയിൽ വന്നപ്പോഴേക്കും ആ ആക്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിരുന്നു. കറക്റ്റ് എക്സ്റ്റേണലിറ്റീസ്. എക്സ്റ്റേണലിറ്റീസ് എന്തൊക്കെയാവാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇപ്പോൾ ഒരു പ്ലാന്റ് ഒരു വില്ലേജിൽ വന്നു എന്ന് വെച്ചു. ആ ഒരു വാട്ടർ ബോട്ടിൽ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്ഷനിൽ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസ്, പൊല്യൂട്ടൻസ് ആണ് എമിറ്റ് ചെയ്യുക. ഇത് സൊസൈറ്റിക്ക് നെഗറ്റീവ് എക്സ്റ്റേണലിറ്റി ആണ്. അതേസമയം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ്റ്റേണലിറ്റി ആണ്. സോ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റിയെ കറക്റ്റ് ചെയ്യാനും പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസിനെ കൊണ്ടുവരാനും എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു മിക്സ്ഡ് ഇക്കോണമിയിൽ. ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് എന്താ? ട്രേഡ് ഓഫ് വൺ കൺട്രി വിത്ത് അനദർ കൺട്രി. അതാണ് എന്ത്? ഇന്റർനാഷണൽ ട്രേഡ്. ഗവൺമെൻറ് ആണ് ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി BOP ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട്സിനെ കുറയ്ക്കുകയും എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ് ആണ്. ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ. ഇക്കണോമിയിൽ ബിസിനസ് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് സൈക്കിൾ ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്? ഡിപ്രഷൻ, ബൂം, റെസഷൻ, ഫുൾ എംപ്ലോയ്മെൻറ്റ്, റിക്കവറി, ഇങ്ങനെ പല സ്റ്റേജസ് ഉണ്ടല്ലോ. നമ്മുടെ ബിസിനസ് സൈക്കിള് ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ അതിനെ വീണ്ടും ഫുൾ എംപ്ലോയ്മെന്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഫിസിക്കൽ പോളിസീസ് കൊണ്ടുവരുന്നത് ആരാ? ഗവൺമെന്റ്സ് ഇക്കണോമിക് കറക്റ്റീവ് പോളിസീസ് ആണ് ഇത് ഫിസിക്കൽ പോളിസി. സോ ഗവൺമെന്റ് ഇൻ മിക്സ്ഡ് ഇക്കോണമി ഹെൽപ്സ് ഇൻ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ. ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഇക്കണോമിയുടെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ സോഷ്യൽ വെൽഫെയർ ആസ്പെക്റ്റും കൂടെ വരുമ്പോഴാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആകുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് പോവർട്ടി അലിവിയേഷൻ മെഷേഴ്സ്, സബ്സിഡീസ്, പിന്നെ ട്രേഡിന് ക്വാർട്ടേഴ്സ് ടാരിഫ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ആരാ? ഗവൺമെന്റ് ആണ്. ഇറ്റ്സ് ഓൺ സെക്ടേഴ്സ്. ഗവൺമെന്റിന് അതിൻ്റെതായ കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ടാകും. ഭാരത് വെയിൽ ഇൻഡസ്ട്രി, അതേപോലെ എനർജി, ഇങ്ങനെ കുറച്ച് ഇൻഡസ്ട്രീസ് ആരുടേതാ? ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ആണ്. ഈ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല. പ്രോഫിറ്റബിൾ ആയിരിക്കും കുറേയൊക്കെ, പക്ഷെ എന്നാലും ഇറ്റ് ഈസ് മെയിൻലി ടു അറ്റൈൻ ദ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്.
സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ട് വേണ്ട പബ്ലിക് റിസോഴ്സസ് അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആൾക്കാരുടെ വെൽഫെയറിന് മുൻനിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സെക്ടേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. റെഡ്യൂസ് ഇനിക്വാളിറ്റി. ഇനിക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹൈ ഇൻകം ഗ്രൂപ്പിനെ ടാക്സ് ചെയ്തിട്ട് ലോ ഇൻകം ഗ്രൂപ്പിന് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഒത്തിരി ഇൻകം ഉള്ളിടത്തുനിന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഈ ടാക്സ് ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ലോ ഇൻകം ഗ്രൂപ്പിനാണ് ഈ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. സോ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മിക്സ്ഡ് ഇക്കോണമി എന്തൊക്കെയാണ്? മാർക്കറ്റ് റെഗുലേഷൻ, പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്, property rights, correct externalities, international trade promotion, maintain economic stability, to achieve economic growth and development, functioning of its own sectors for social objectives, reduce social economic inequalities. ഇനി ഏത് സെക്ടറിനാണെങ്കിലും അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മിക്സ്ഡ് ഇക്കോണമിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷനാണ് ഫിയർ ഓഫ് നാഷണലൈസേഷൻ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ മിക്സ്ഡ് ഇക്കോണമിയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട്, സോഷ്യലിസത്തിൻ്റെ അത്ര ഇല്ല, ബട്ട് സ്റ്റിൽ ഗവൺമെൻറ്റിന് അത്യാവശ്യം ഇക്കോണമിയിൽ കൺട്രോൾ ഉള്ളതുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് എപ്പോഴും ദർ ഇസ് എ ഫിയർ ഓഫ് നാഷണലൈസേഷൻ. ഈ ഫിയർ ഓഫ് നാഷണലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫോറിൻ കമ്പനീസിന് മിക്സ്ഡ് ഇക്കോണമി ഓഫ് അനദർ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരിക്കും. ദെൻ കറപ്ഷൻ, റെഡ് ടാപ്പിസം, ഇൻഎഫിഷ്യൻസി, ഇതൊക്കെ എന്താ? മിക്സ്ഡ് ഇക്കോണമിയുടെ ലിമിറ്റേഷൻസ് ആണ്. ദെൻ സ്ട്രിങ്ജന്റ് കൺട്രോൾ ഓവർ പ്രൈവറ്റ് സെക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് കൺട്രോൾ കുറച്ച് കൂടുതലാണ്. സോ അത് പ്രൈവറ്റ് സെക്ടറിൻ്റെ ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യുമോ, ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്റീവ് മെഷേഴ്സ് ഇക്കണോമിയിൽ ഒത്തിരി കൂടുതലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രോഫിറ്റിനെയും ഗ്രോത്തിനെയും ഒക്കെ അത് ബാധിക്കും. ഇത് മൂന്നാണ് ഇൻ ദ limitations of mixed economy. So hope you understood the concept and thank you for watching.